ഉൽപ്പത്തി 6:8. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവൻ പെരുകിത്തുടങ്ങുകയും ചെയ്തപ്പോൾ അവർ ദൈവീക പദ്ധതിക്കും ദൈവഹിതത്തിനും വിരോധമായി ഓരോന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഭൂമിയിലുള്ള മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടിട്ട് ഭൂമിയിൽ താൻ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് അനുതപിക്കുവാനിടയായി തീർന്നു. മനുഷ്യൻ്റെ ദുഷ്ടത മുഖാന്തരം ഭൂമിയിൽ താൻ സൃഷ്ടിച്ച മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും ഒക്കെ താൻ നശിപ്പിക്കുമെന്ന് ദൈവം തീരുമാനിച്ചു. എന്നാൽ ഭൂമി മുഴുവൻ ഉണ്ടായിരുന്ന ജനങ്ങളിൽ നിന്ന് നോഹയ്ക്ക് മാത്രം യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചത് മുഖാന്തരം നോഹ ധാരാളം നന്മകൾ അനുഭവിക്കുവാനിടയായി തീർന്നു. ജലപ്രളയത്തിൽ നോഹ മുഖാന്തരം നോഹയുടെ കുടുംബവും മാത്രം പെട്ടകത്തിൽ കടക്കുവാനും രക്ഷപ്പെടുവാനും ഇടയായി. വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് നോഹയെ ദൈവം ഓർക്കുകയും മഴ നിർത്തി വെള്ളമുണക്കി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുവാനും ഇടയായി തീർന്നു. സർവ്വഭൂമിയിലും ദൈവകൃപ ലഭിച്ച ഏക വ്യക്തി നോഹ. ദൈവം ആ തലമുറയിൽ നോഹയെ മാത്രമാണ് നീതിമാനായി കണ്ടത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നാം ആയിരിക്കുന്ന മേഖലകളിൽ ഒക്കെ നമ്മെ ദൈവത്തിന് നീതിമാനായി കണ്ട് നമ്മുടെ മേൽ ദൈവകൃപ പകരുവാൻ സാധ്യതയുണ്ടോ? ലോകം മുഴുവൻ നാശത്തിലൂടെ പോകുമ്പോൾ ദൈവകൃപയുടെ ധനം മുഖാന്തരം നാം ദൈവത്താൽ ഓർക്കപ്പെടുവാനും ഇടയായി തീരട്ടെ. എല്ലാ നശീകരണ അനുഭവങ്ങളുടെയും മധ്യത്തിലും നാം നമ്മുടെ കുടുംബവുമായി അതിൻ്റെ മുകളിലൂടെ നിർഭയം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു അസാധാരണ ദൈവകൃപയുടെ ജീവിതം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. അപ്രകാരം ദൈവകൃപ ലഭിച്ച യോസേഫിന് തൻ്റെ ജീവിതം മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ദേശത്തിലെ രണ്ടാമനെന്ന പദവിയിലേക്ക് എത്തുവാൻ ഇടയായി തീർന്നു. നോഹയെപ്പോലെ ലോകം മുഴുവൻ ദൈവകോപത്തിലേക്ക് പോകുമ്പോഴും നാശത്തിലേക്ക് പോകുമ്പോഴും ദൈവകൃപ മുഖാന്തരം നാം അതിൽ നിന്ന് രക്ഷപ്പെടുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ കൃപയാൽ ലോകത്തെ ജയിച്ചു മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.